ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക. കാരണം അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 2005 പുറത്തിറങ്ങിയ സർവൈവൽ ഐലൻഡ് എന്ന ചിത്രമാണിത്. കെല്ലി ബ്രൂക്ക് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ ചിത്രത്തിൽ നടിയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ലില്ലി ബ്രൂക്കിനെ അറിയാമായിരിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിലെ ഒരു റിസർച്ചിൽ നടിയുടെ BMI 18.5 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ബസ്റ്റ്, വെയ്റ്റ്, ഹിപ്പ് മെഷർമെൻറ്റ് 93, 61, 87 സെൻറ്റിമീറ്റർ ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അത് ഐഡിയൽ ബോഡി മെഷർമെൻറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് നടിക്ക് സയൻറ്റിഫിക്കലി പെർഫെക്റ്റ് ബോഡി ഷേപ്പ് ആണുള്ളതെന്ന് അവകാശപ്പെടുന്നു. നമുക്കെന്നാൽ സർവൈവൽ ഐലൻഡ് എന്ന ഈ ചിത്രത്തിലേക്ക് കടക്കാം. ജെന്നിഫർ എന്നൊരു കഥാപാത്രത്തിനെയാണ് നടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവൾ ജാക്ക് എന്ന കോടീശ്വരനുമായി വിവാഹിതയായിരുന്നു. അവർ അവരുടെ ഹണിമൂൺ ആഘോഷിക്കുവാനായി ഒരു ഉല്ലാസ നൗക യാത്ര പുറപ്പെടുന്നു. അവരുടെ കൂട്ടത്തിൽ മറ്റ് ചില കമിതാക്കളും ഉണ്ടായിരുന്നു. കെല്ലി ബ്രൂക്കിൻ്റെ ഒരു അടിപൊളി കളി സീൻ കടലിൽ വെച്ച് നടക്കുന്നുണ്ട്. ഒരു പാർട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് കടലിൽ കിടക്കുന്ന കെല്ലി ബ്രൂക്കിൻ്റെ അടുക്കൽ മദ്യപിച്ച് മതോന്മത്തനായി അവളുടെ ഭർത്താവായ ജാക്ക് വരുന്നു. അതിനുശേഷം അവർ പരിപാടിയിലേക്ക് കടക്കുന്നു. തൻ്റെ ഷർട്ട് അഴിച്ചു വെച്ച് ബ്ലാക്ക് ബ്രായിലൂടെ മുല കാട്ടി അവൾ തൻ്റെ ഭർത്താവിനെ കൊതിപ്പിക്കുന്നു. ഒരു ബ്ലാക്ക് ബ്രായും ഷോർട്സുമായിരുന്നു അപ്പോൾ അവളുടെ വേഷം. അതിനുശേഷം അവൾ അവളുടെ ഷോർട്സ് ഊരി മാറ്റുന്നു. ബ്ലാക്ക് ബ്രായും ജെട്ടിയും ഇട്ട് നിൽക്കുന്ന കെല്ലി ബ്രൂക്കിനെ ആ രംഗത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം അവളുടെ ജെട്ടി ജാക്ക് കടിച്ചെടുക്കുന്നു. അതിനുശേഷം അവളുടെ രഹസ്യഭാഗത്തിൽ ഉമ്മ വെച്ച് അവൻ കളിക്കുന്നു. അതിനുശേഷം അവർ മെയിൻ കലാപരിപാടിയിലേക്ക് കടക്കുന്നു. ടോപ്ലെസ് ആയി ഇരുന്നു കൊണ്ട് കെല്ലി ബ്രൂക്കിൻ്റെ കൗഗിൾ പൊസിഷൻ നമുക്ക് ഈ രംഗത്തിൽ കാണാവുന്നതാണ്. ആ ഉല്ലാസയാത്ര തുടരുന്നതിൻ്റെ ഇടയിൽ അവരുടെ നൗകയ്ക്ക് തീപിടിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ചാടിയ കഥാനായിക കപ്പലിലെ മാനേജർ കൂടിയായ മാനുവലിനോടൊപ്പം ഒരു ദ്വീപിൽ എത്തിച്ചേരുന്നു. ആ ദ്വീപിൽ അവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടോന്നറിയാൻ വേണ്ടി അവൾ പലവിധേനയും ശ്രമിച്ചിരുന്നുവെങ്കിലും അവളുടെ ഭർത്താവിനെ പറ്റി യാതൊരു വിവരവും അവൾക്ക് ലഭിച്ചിരുന്നില്ല. ഒരു അടിപൊളി ചരക്കിനെ തൻ്റെ കൂടെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവളെ വളയ്ക്കുവാൻ മാനുവൽ തീരുമാനിക്കുന്നു. മാനുവലിൻ്റെ ട്രൈയിൽ അവൾ വീഴുകയും അവർ തമ്മിൽ നിരവധി പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. അതിൽ എടുത്തു പറയേണ്ടത് രാത്രിയിൽ അവർ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ 2 പേരും പൂർണ്ണ നഗ്നരായി ബീച്ചിൽ നീരാടുവാൻ പോകുന്നു. നീരാടിക്കൊണ്ടിരിക്കുമ്പോൾ മൂട് കയറി അവർ കടൽ വെള്ളത്തിൽ കിടന്നുകൊണ്ട് അടിക്കുന്നു. കെല്ലി ബ്രൂക്കിൻ്റെ കുണ്ടിയും പിങ്ക് നിബിൾസും ഈ രംഗത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കഥാനായികയുടെ ഭർത്താവായ ജാക്ക് തീരെ തടിയുന്നു. ജാക്കിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന അവർ അവനെ പൂർണ്ണ ആരോഗ്യവാനാക്കുന്നു. പക്ഷേ ജാക്കിനു തൻ്റെ ഭാര്യയെ സംശയം തോന്നുന്നു. ഇത്രയും കാലം അവൾ മാനുവലിനോടൊപ്പം ഒറ്റയ്ക്ക് ആ ദ്വീപിൽ താമസിച്ചതിനാൽ അവർ തമ്മിൽ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന സംശയം അവനെ വല്ലാതെ അലട്ടി. അവൻ തൻ്റെ ഭാര്യയെ പരമാവധി മാനുവലിൽ നിന്നും അകറ്റുവാൻ പല ശ്രമവും നടത്തി.
അതിനായി അവർക്ക് മാത്രമായി ഒരു വീട് തന്നെ അവൻ കെട്ടുന്നു. ഇനി മുതൽ ഭക്ഷണമെല്ലാം താൻ തേടിക്കൊണ്ടുവരാമെന്നും മാനുവലുമായി സംസാരവും കൂട്ടുകെട്ടും ഒന്നും വേണ്ടെന്നും അവളെ അയാൾ ഉപദേശിച്ചു. അങ്ങനെ മീൻ പിടിക്കുവാനായി ജാക്ക് ഭാര്യയോടൊപ്പം കടലിലോട്ട് പോകുന്നു. എത്ര പണിപ്പെട്ടിട്ടും ജാക്കിന് ഒരു മീനെയും കിട്ടിയില്ല. ഈ സമയം മാനുവൽ ബീച്ചിലിരുന്ന് നല്ല മുഴുത്ത മീനിനെ പൊരിച്ച് തിന്നുകയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ കെല്ലി ബ്രൂക്ക് മീൻപിടുത്തം നിർത്തി ബീച്ചിലോട്ട് മടങ്ങിപ്പോകുന്നു. തൻ്റെ ഭർത്താവ് കാണാതെ അവൾ മാനുവലിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. മാത്രമല്ല അവൾ നല്ലൊരു കളിയും അവന് കൊടുക്കുന്നു. അന്ന് രാത്രി തന്നോടൊപ്പം സമയം ചെലവിടാൻ മാനുവൽ കെല്ലി ബ്രൂക്കിനെ ക്ഷണിക്കുന്നു. അവൾ ആ പരിപാടിക്ക് സമ്മതവും മൂളുന്നു. രാത്രിയിൽ അവർ നടത്തുന്ന ആ പരിപാടി ഭർത്താവായ ജാക്ക് കാണുവാൻ ഇടയാകുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയ കെല്ലി ബ്രൂക്കിനെ അയാൾ ചീത്ത പറയുകയും ദേഷ്യം തീർക്കുവാനായി അവളുടെ കുണ്ടിക്കടിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം ജാക്ക് ആരും കാണാതെ മാനുവലിൻ്റെ ഡീപ് സീ ഡൈവിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് മോഷ്ടിച്ച് മീൻ പിടിക്കുവാൻ പോകുന്നു. ഇതറിഞ്ഞ മാനുവലിന് ദേഷ്യം കയറി അയാളെ കൊല്ലുമെന്ന് പറഞ്ഞ് കടലിലോട്ടെടുത്ത് ചാടുന്നു. അവനെ പല രീതിയിലും പിടിച്ചു നിർത്തുവാൻ കെല്ലി ബ്രൂക്ക് ശ്രമിക്കുന്നു. ബീച്ചിൽ കിടന്നുകൊണ്ടുള്ള ആ പിടിവലിയിൽ മൂടുകയറി അവൻ ബലാത്കാരമായി കെല്ലി ബ്രൂക്കുമായി പരിപാടി നടത്തുന്നു. ഇതൊരു റേപ്പ് സീൻ പോലെ നമുക്ക് തോന്നിയേക്കാം. വൈറ്റ് ബ്രായും ജെട്ടിയുമായിരുന്നു അവളുടെ വേഷം. ബീച്ചിലെ പിടിവലിക്കിടയിൽ അവളുടെ ബ്രാ പൊട്ടുന്നു. ആ രംഗത്തിൽ നടിയുടെ കോർത്തു വീർത്തു നിൽക്കുന്ന പിങ്ക് നിപ്പിൾസ് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം അവളെ മലത്തി കിടത്തിക്കൊണ്ട് അവൻ അവളുടെ ജെട്ടി വലിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന കെല്ലി ബ്രൂക്കിനെ അവൻ അടിച്ചു കയറ്റുന്നു. രതിസുഖം മൂത്ത നടിയുടെ നിലവിളി ആ രംഗത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ രംഗം തന്നെയാണ് ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ്. കെല്ലി ബ്രൂക്കിൻ്റെ പൂർണ്ണ നഗ്നത ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചിത്രം തീർച്ചയായും കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ ഒരു സീന് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുവാൻ ശ്രമിക്കൂ. നടിയുടെ കൊഴുത്ത മാറിടവും കുണ്ടിയും പൂവുമെല്ലാം ഈ ചിത്രത്തിലെ നിരവധി സീനുകളിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുവാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 2013 റിലീസായ ദ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന ചിത്രമാണിത്. മാർഗറ്റ് റോബി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നടിയുടെ മാത്രമല്ല പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നയോമി എന്നൊരു കഥാപാത്രത്തിനെയാണ് മാർഗറ്റ് റോബി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മാർഗോട്ട് റോബിയെ മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും. സൂയിസൈഡ് സ്ക്വാഡിൽ ഹോർലി ക്വിനായി അഭിനയിച്ച് പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച നടിയാണവൾ. നടി ഈ ചിത്രത്തിൽ മാത്രമല്ല ബേബിലോൺ, ഡ്രീം ലാൻഡ് എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ച് പൂർണ്ണ നഗ്നത പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ വൂൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ് എന്ന ഈ ചിത്രത്തിലേക്ക് കടക്കാം. ജോർദാൻ ബെൽഫോർട്ട് എന്ന സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ കഥ പറയുന്ന ചിത്രമാണിത്. ഈ ചിത്രത്തിൽ ജോർദാൻ്റെ കാമുകിയായ നയോമി എന്ന കഥാപാത്രത്തിനെയാണ് മാർഗോട്ട് റോബി അവതരിപ്പിച്ചിരിക്കുന്നത്. കാറിൽ ജോർദാൻ സഞ്ചരിക്കുമ്പോൾ നയോമി അവന് എടുത്തു കൊടുക്കുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അതേപോലെ ഒരു ബെഡ്റൂം സീനിൽ നയോമിക്ക് ജോർദാൻ വത്സനടിക്കുന്ന ഒരു രംഗവും ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. കട്ടിലിൽ കിടന്ന് അവർ അടിക്കുന്ന നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഒരു ബെഡ്റൂം സീനിൽ യാതൊരു മറയുമില്ലാതെ പൂർണ്ണ നഗ്നയായി വരുന്ന മാർഗോട്ടിനെ കാണിക്കുന്നു. നടിയുടെ പിങ്ക് നിപ്പിൾസും ഷേവ് ചെയ്ത പൂവും ആ രംഗത്തിൽ കാണാവുന്നതാണ്. അത് കണ്ട് മൂട് കയറുന്ന ജോർദൻ അവളെ എടുത്ത് കടലിൽ കൊണ്ടുചെന്ന് അടിക്കുന്നു. കളിയുടെ ആ രംഗത്തിലും മാർഗരറ്റിൻ്റെ പിങ്ക് നിപ്പിൾസ് കാണാവുന്നതാണ്.
കാറിൽ ഇരുന്ന് മാർഗരറ്റിൻ്റെ നഗ്നമായ മാറിടത്തിൽ കൊക്കൈൻ വെതറി വലിച്ചു കയറ്റുന്ന ജോർദാനിനെ മറ്റൊരു രംഗത്തിൽ കാണിക്കുന്നു. ആ രംഗത്തിലും മാർഗരറ്റിൻ്റെ നിപ്പിൾസ് കാണാവുന്നതാണ്. പണത്തിൻ്റെ മുകളിലിട്ട് പൂർണ്ണ നഗ്നയായി മാർഗരറ്റിന് ജോർദാൻ അടിച്ചു കയറ്റുന്ന രംഗവും ഇതിലുണ്ട്. മാർഗരറ്റിൻ്റെ അടിപൊളി തുണ്ടുപടം തപ്പി നടക്കുന്നവർ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ചൈനീസ് ചിത്രത്തിനെയാണ്. 1993 പുറത്തിറങ്ങിയ ക്രേസി ലവ് എന്ന ചിത്രമാണിത്. ലോലേറ്റ ജെയിൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നടിയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു അടിപൊളി ഹോട്ട് ആൻഡ് ക്യൂട്ട് നടിയാണ് ലോലേറ്റ. അത് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. ജെയിൻ എന്ന കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അവൾക്ക് ആരുടെ മുന്നിലും നഗ്നത പ്രദർശിപ്പിക്കാൻ യാതൊരു മടിയുമില്ലായിരുന്നു. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നടിയുടെ കുളിസീൻ രംഗമാണ് കാണിക്കുന്നത്. കുളിച്ചുകൊണ്ടിരിക്കുന്ന ജെയിനിൻ്റെ അടുക്കൽ വേലക്കാരി വന്ന് അവളുടെ അച്ഛൻ തിരക്കുന്നു എന്ന് അറിയിക്കുന്നു. പഠനത്തിൻ്റെ ഭാഗമായി അവൾ എങ്ങോട്ട് ഫ്ലൈറ്റ് കയറുകയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തേച്ചു മിനുക്കിയായിരുന്നു അവളുടെ കുളി. ആ സീനിൽ അവളുടെ പിങ്ക് നിപ്പിൾസും രോമാവൃതമായ പൂവും കാണാവുന്നതാണ്. മകൾ ഇംഗ്ലണ്ടിലോട്ട് പോകുന്നതിനാൽ അവളെ ആശീർവദിക്കുവാൻ വേണ്ടി അച്ഛൻ 2 ബുദ്ധ സന്യാസിമാരെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. കുളി കഴിഞ്ഞ് യാതൊരു മറയുമില്ലാതെ അവൾ അവർക്ക് മുന്നിൽ ചെന്ന് നിൽക്കുന്നു. അവളുടെ പൂവും മുലയുമെല്ലാം കണ്ട് ആ സന്യാസിമാർ അന്തം വിട്ട് നിൽക്കുന്നു. എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അവൾ തൻ്റെ കാമുകനായ ഡേവിഡിനെ വിളിക്കുന്നു. തനിക്ക് കുറച്ച് തിരക്കാണെന്നും അതുകൊണ്ട് എയർപോർട്ടിലോട്ട് അവളെ കൊണ്ടാക്കുവാൻ തനിക്ക് വരാൻ സാധിക്കുകയില്ലെന്നും അവൻ അവളെ അറിയിക്കുന്നു. അത് അവളെ വളരെയധികം സങ്കടപ്പെടുത്തി. തനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു കാമുകൻ എന്ന് പോലും അവൾ ചിന്തിച്ചു. എയർപോർട്ടിൽ വെച്ച് അവൾ 2 കമിതാക്കളെ കണ്ടുമുട്ടുന്നു. ഒരാൾ എങ്ങോട്ട് പോവുകയായിരുന്നു. മറ്റേ ആൾക്ക് അവളോടൊപ്പം പോകുവാൻ സാധിക്കാത്തതിനാൽ വിഷമിച്ചിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ജെയിൻ തൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അയാൾക്ക് കൊടുക്കുന്നു. എയർപോർട്ടിൽ വെച്ച് ജെയിൻ ഒരു ഭർത്താവിനെ കാണുന്നു. തൻ്റെ ഭാര്യയെ യാത്ര അയക്കാൻ വന്ന അയാൾ ജെയിനിനെ ടൂൺ ചെയ്യുന്നു. അയാൾക്ക് ഒരു പണി കൊടുക്കണമെന്ന് കരുതി ജെയിൻ അയാളോടൊപ്പം അയാളുടെ വീട്ടിൽ പോകുന്നു. തൻ്റെ ഭർത്താവ് ജെയിനിനെ ടൂൺ ചെയ്യുന്നത് അയാളുടെ ഭാര്യ കാണുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ജെയിൻ അയാളുമായി നല്ല കിടിലൻ പരിപാടികൾ നടത്തുന്നു. ബെഡിൽ കിടന്നുകൊണ്ടുള്ള ആ പരിപാടിക്കിടയിൽ നമുക്ക് നടിയുടെ പിങ്ക് നിപ്പിൾസും പൂവുമെല്ലാം കാണാവുന്നതാണ്. നടിക്ക് നല്ല രീതിയിൽ അവൻ വത്സനടിച്ചു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ പുറകിൽ മറ്റ് ചില പരിപാടികളും അവൻ ചെയ്യുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ കതകിൽ വന്ന് മുട്ടുന്നു. ജെയിനിനെ ഒളിപ്പിച്ചതിന് ശേഷം അയാൾ കതക് തുറന്ന് ഭാര്യയെ സ്വീകരിക്കുന്നു. അയാളുടെ പെരുമാറ്റത്തിൽ ഭാര്യയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അയാൾക്ക് ഒരു പണി കൊടുക്കണമെന്ന് കരുതിയ ജെയിൻ പൂർണ്ണ നഗ്നയായി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ജെയിൻ പൂർണ്ണ നഗ്നയായി അവരുടെ മുന്നിൽ ചെന്ന് നടന്ന കാര്യമെല്ലാം പറയുന്നു. അത് കേട്ട് അവിടെ പൂരപ്പറമ്പാകുന്നു. അവിടെ നിന്നും ഇറങ്ങുന്ന ജെയിനിൻ്റെ പുറകിൽ വഴിയിൽ വെച്ച് 2 പൂവാലന്മാർ കൂടുന്നു. അവർക്ക് താനുമായി പരിപാടി നടത്തുവാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവരെ കൊതിപ്പിച്ചതിന് ശേഷം അവരെ പറ്റിച്ച് അവൾ അവരുടെ ജീപ്പുമായി കടന്നു കളയുന്നു. യാത്രക്കിടെ 2 കമിതാക്കൾ അവിടെ ഇരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ അവിടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി വസ്ത്രം മാറുന്നു. അതവർ കാണുവാനിടയാകുന്നു. കാമുകൻ അവളുടെ മുല കണ്ട് വാ ഒളിച്ചിരിക്കുന്നു. അത് കാമുകിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ ഉടനെ ജെയിനിനെ തെറി പറയുന്നു.
ജെയിൻ കാമുകനെ കുറച്ചുകൂടി മോടി പിടിപ്പിക്കുവാൻ വേണ്ടി ഇട്ട ടീഷർട്ട് പൊക്കിക്കാട്ടി ഒന്നുകൂടെ മുല കാണിക്കുന്നു. ആ യാത്രക്കിടയിൽ ജെയിൻ നിരവധി പേരെ കാണുകയും പരിപാടി നടത്തുകയും ചെയ്യുന്നു. ജെയിനിൻ്റെ മുലയും പൂവും കുണ്ടിയുമെല്ലാം ഈ ചിത്രത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 2019 പുറത്തിറങ്ങിയ ഇൻടു ദ ഡാർക്ക് ഡൗൺ എന്ന പടമാണിത്. നതേലിയ മാർട്ടിനസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി ചൂടൻ രംഗങ്ങളാണുള്ളത്. വാലന്റൈൻസ് ഡേയുടെ തലേന്ന് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോകുന്ന 2 ജോലിക്കാരുടെ കഥ പറയുന്ന ചിത്രമാണിത്. ജെന്നിഫർ എന്ന കഥാപാത്രത്തിനെയാണ് നതേലിയ അവതരിപ്പിച്ചിരിക്കുന്നത്. അവളുടെ ഓഫീസ് ഒരു കൂറ്റൻ ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു. പിറ്റേ ദിവസം വാലന്റൈൻസ് ഡേ ആയതിനാൽ തൻ്റെ മുൻ കാമുകനെ വിളിച്ച് പരിപാടി നടത്തുവാൻ അവൾ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ജോലി തിരക്ക് കാരണം അന്ന് അവൾക്ക് രാത്രി വൈകി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ജോലി കഴിഞ്ഞ രാത്രി അവൾ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നു. ലിഫ്റ്റിൽ കയറിയ അവളുടെ കൂടെ 42ാം നിലയിൽ വെച്ച് മറ്റൊരു അപരിചിതനും കൂടെ കയറുന്നു. താനും ആ കെട്ടിടത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞ് അയാൾ ജെന്നിഫറിനോട് കൂട്ടുകൂടുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അവനെ മൈൻഡാക്കിയില്ല. പെട്ടെന്ന് അവളുടെ ലിഫ്റ്റ് അവിടെ നിന്ന് പോകുന്നു. ഭയന്നു പോയ ജെന്നിഫർ പലവിധേനയും ലിഫ്റ്റ് ഓപ്പറേറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് അതിനൊന്നും സാധിച്ചില്ല. ഇതൊരു അവസരമായി എടുത്ത് ആ അപരിചിതൻ അവളോട് കൂട്ടുകൂടുന്നു. തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വൈൻ അവൾക്ക് കൊടുത്തതിന് ശേഷം അവൻ അവളെ പരിപാടി നടത്തുവാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവൾ അവൻ്റെ ട്രയൽ വീണ് അവിടെ ഒരു ഗംഭീര പരിപാടി നടക്കുന്നു. അങ്ങനെ ആ ലിഫ്റ്റിൽ അവർ 2 പേരും അടിച്ചു തിമിർക്കുന്നു. ലിഫ്റ്റിൽ വെച്ച് മൂടിക്കേറി അവളുടെ ബ്രായും പാൻറ്റീസും ഊരി അവൻ അടിച്ചു കയറ്റുന്നു. നടിയുടെ വിടർന്ന മാറിടമെല്ലാം ആ രംഗത്തിൽ കാണാവുന്നതാണ്. ലിഫ്റ്റിൽ നിർത്തിയും കിടത്തിയും അവൻ അടിച്ചു കയറ്റുന്നുണ്ട്. കളിക്ക് മാത്രമല്ല കുറച്ച് കഥയ്ക്കും ഈ ചിത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതൊരു ത്രില്ലർ മിസ്റ്ററി കാറ്റഗറിയിൽ പെടുന്ന ചിത്രമാണ്. ട്വിസ്റ്റ് ഈ ചിത്രത്തിന് അവസാനം വരെയുണ്ട്. നല്ലൊരു ഹൊറർ ഫാൻറ്റസി കളിപ്പടം തപ്പി നടക്കുന്നവർ ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ 5-ാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി UK ചിത്രത്തിനെയാണ്. 2011 പുറത്തിറങ്ങിയ ദ റെസിഡൻറ്റ് എന്ന ചിത്രമാണിത്. ഹിലാരി സ്വാങ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നടിയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ജൂലിയറ്റ് എന്ന കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ജൂലിയറ്റ് ഒരു ഡോക്ടറാണ്. വാടകയ്ക്ക് വീട് തപ്പി നടക്കുകയായിരുന്നു അവൾ. തൻ്റെ ഭർത്താവുമായി വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിയതിന് ശേഷം അവനുമായി യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അങ്ങനെ അവൾ മാക്സ് എന്നൊരാളുടെ വീട് വാടകയ്ക്ക് എടുക്കുന്നു. വളരെയധികം പണം കുറച്ചാണ് മാക്സ് വാടകയ്ക്ക് വീട് കൊടുത്തിരുന്നത്. അതിനാൽ വീട് മേടിച്ച ജൂലിയറ്റിന് അത് അത്ഭുതം തോന്നി. ജൂലിയറ്റ് അതിൻ്റെ കാരണം മാക്സിനോട് തിരക്കി. അടുത്ത് ഒരു റെയിൽവേ പാളം ഉണ്ടെന്നും അതിനാൽ തീവണ്ടിയുടെ ശബ്ദം കാരണം ആരും തന്നെ വാടകയ്ക്ക് വരുന്നില്ലെന്നുമാണ് അയാൾ അവളോട് മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് താൻ വീടിൻ്റെ വാടക കാശ് കുറച്ചതെന്നും മാക്സ് അവളോട് പറയുന്നു. എന്നാൽ മാക്സിനു അതിന് പിന്നിൽ കുറച്ച് നിഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ സഹായിക്കുക എന്ന വ്യാജേന മാക്സ് ജൂലിയറ്റിൻ്റെ ചില ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചു. എന്നാൽ ജൂലിയറ്റ് അത് കാര്യമാക്കി എടുത്തില്ല. ജൂലിയറ്റ് വസ്ത്രം മാറുന്നതും കുളിക്കുന്നതുമെല്ലാം കാണുന്നതിന് വേണ്ടി മാക്സ് ഒരു സൗകര്യം ഉണ്ടാക്കി വെച്ചിരുന്നു. മുറിയുടെ പല ഭാഗങ്ങളിലായി ഊട്ടിയിട്ട് അതുവഴി അവരുടെ ആകാരവടിവെല്ലാം കണ്ട് അവൻ ആസ്വദിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ജൂലിയറ്റ് മാക്സിനെ അത്താഴ വിരുന്നിന് ക്ഷണിക്കുന്നു. അത്താഴത്തിന് ശേഷം മദ്യപിച്ച് മൂടികേറിയ ജൂലിയറ്റ് മാക്സുമായി കളിക്കുന്നു. പരിപാടിക്കിടെ തൻ്റെ ഭർത്താവിന് ഓർമ്മ വന്ന അവൾ മാക്സിനെ മുഴുവിപ്പിക്കാതെ നിർത്തുന്നു. മൂടികേറി സുഖം കിട്ടാത്ത സങ്കടത്തിൽ മാക്സ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു.
ഇതിനിടയിൽ ജൂലിയറ്റിൻ്റെ ഭർത്താവ് ജാക്ക് അവളോട് മാപ്പ് പറഞ്ഞ് രമ്യതയിലെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ വഴക്കെല്ലാം അവർ സംസാരിച്ച് തീർക്കുന്നു. ജാക്കും ജൂലിയറ്റും ഒന്നിച്ച കാര്യം മാക്സ് അറിയുന്നു. എങ്ങനെ ജൂലിയറ്റുമായി കളിക്കണമെന്ന് തീരുമാനിച്ച മാക്സ് ജൂലിയറ്റ് ഉറങ്ങിക്കിടന്നിരുന്നപ്പോൾ വീട്ടിൽ അതിക്രമിച്ച് കയറി അവളെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നു. മയങ്ങിക്കിടക്കുന്ന ജൂലിയറ്റുമായി മാക്സ് നല്ലപോലെ ജിമ്മിട്ട് പരിപാടി നടത്തുന്നു. പിറ്റേ ദിവസം നഗ്നയായി കിടക്കുന്ന ജൂലിയറ്റിന് തൻ്റെ പക്കൽ നിന്നും ഒരു സൂചി ലഭിക്കുന്നു. സംശയം തോന്നിയ ജൂലിയറ്റ് തൻ്റെ രക്തം പരിശോധിക്കുവാൻ ലാബിൽ കൊടുക്കുന്നു. ലാബിലെ റിസൾട്ടിൽ നിന്നും അവൾക്ക് മനസ്സിലായി തൻ്റെ ശരീരത്ത് ആരോ മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം പരിപാടി നടത്തിയെന്ന്. അത് ആരാണെന്ന് കണ്ടുപിടിക്കുവാനായി ജൂലിയറ്റ് തൻ്റെ മുറിയിൽ ഒളി ക്യാമറ വയ്ക്കുന്നു. ആ ക്യാമറയിൽ മാക്സ് വീട്ടിൽ വരുന്നതും പോകുന്നതും പതിയുന്നു. അങ്ങനെ ജൂലിയറ്റിന് മനസ്സിലാകുന്നു താൻ ഉറങ്ങിക്കിടന്നിരുന്നപ്പോൾ പീഡിപ്പിച്ചത് മാക്സ് ആണെന്ന്. ഇതിനിടയിൽ ജൂലിയറ്റിനെ കാണുവാനായി ഭർത്താവ് ജാക്ക് അവളുടെ വീട്ടിൽ വരുന്നു. ആ സമയം ജൂലിയറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. ജാക്കിനെ കണ്ട് ദേഷ്യം കയറിയ മാക്സ് അവനെ കൊല്ലുന്നു. ശരീരം തൻ്റെ വീട്ടിലെ ഒരു രഹസ്യമുറിയിൽ സൂക്ഷിക്കുന്നു. ജാക്ക് കൊല്ലപ്പെട്ടത് അറിയാതെ ജൂലിയറ്റ് മാക്സിനെ വീണ്ടും പഴയ പോലെ അത്താഴ വിരുന്നിന് ക്ഷണിക്കുന്നു. താൻ വീട് മാറുകയാണെന്ന കാര്യം ജൂലിയറ്റ് മാക്സിനോട് പറയുന്നു. ഇനി അവളെ കളിക്കാൻ കിട്ടില്ലല്ലോ എന്ന ദേഷ്യത്തിൽ മാക്സ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്കാരമായി അവളെ പീഡിപ്പിക്കുന്നു. ഹിലാരി സ്വാങ്ങിൻ്റെ പൂർണ്ണ നഗ്ന പ്രദർശനം ഈ ചിത്രത്തിലുണ്ട്. ഒരു കുളിസീൻ രംഗത്തിൽ അവളുടെ മുലയും പൂവും നമുക്ക് കാണാവുന്നതാണ്. നൈറ്റ് ഡ്രസ് ആയിട്ടിരിക്കുന്ന ടൈറ്റ് ജെട്ടിക്കിടയിലൂടെ അവളുടെ പൂവ് നമുക്ക് എടുത്തു കാണാവുന്നതാണ്. ഹിലാരി സ്വാങ് ഒരു US നടിയാണ്. അവൾ മറ്റു ചില ചിത്രങ്ങളിലും നഗ്നത പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എവേ, ഫേറ്റ്, യു ആർ നോട്ട് യു, ദ ഹോംസ്മാൻ, PS I Love You, ബ്ലാക്ക് ദാലിയ എന്നിവ അവയിൽ ഉൾപ്പെടുന്നു. ദ റെസിഡൻറ്റ് എന്ന ഈ ചിത്രം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറിപ്പെടുന്ന ഒരു ചിത്രമാണ്. കളിക്ക് മാത്രമല്ല കഥയ്ക്കും ഈ ചിത്രം നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിപ്പെടുന്ന കളിപ്പടം തപ്പി നടക്കുന്നവർക്ക് തൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലോട്ട് ഈ ചിത്രം കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോളിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന് സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ.